ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി വെജ് ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് പോവാം. ബിരിയാണി മസാല റെഡിയാക്കാനുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന റൈസ് ബസ്മതി അരിയാണ്. അതും 1 കിലോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് നിങ്ങൾക്ക് എടുക്കാം. ആദ്യം തന്നെ അരി ഒരു 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അരി തിളപ്പിച്ചെടുക്കുന്ന വെള്ളത്തിലേക്ക് ഒരു കഷ്ണം കച്ചോലും പിന്നെ ഒരു ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും കേട്ടോ ചോറിൽ. അപ്പോൾ നമുക്ക് പതുക്കനെ ചോറ് ആക്കിയെടുക്കാം. ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴേ അതിലേക്ക് നമ്മൾ അരി ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി കഴിഞ്ഞു. അത് നമുക്ക് ഊറ്റിയൊരു അരിപ്പ പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം. നമ്മളിനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി മസാലയാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ബിരിയാണി മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്യാം. പിന്നെ കൊത്തമല്ലി, കറിയാമ്പൂ, കുറച്ച് ഏലക്ക തൊണ്ട് കളഞ്ഞത്, കച്ചോലം, കുരുമുളക്, ജീരകം, കറുവപ്പട്ട, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പാനിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ബിരിയാണി മസാല ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് പാകമായിട്ട് എടുക്കാം. അതിനുവേണ്ടി നെയ്യ് നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കച്ചോലവും കറുവപ്പട്ടയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ അമ്മ വെളുത്തുള്ളി കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ സവാളയാണ് അതിന് പകരം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ വെളുത്തുള്ളി ഇല്ലെങ്കിലും അതിന് ഒരു കുറവുണ്ടാവില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം സവാള ഒന്ന് ബ്രൗൺ ആവണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ആകുമ്പോൾ കുട്ടികളൊക്കെ വേഗം കഴിച്ചോളൂ കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബിരിയാണി മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ ബിരിയാണി മസാലയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത വെജിറ്റബിൾസിനൊക്കെ നന്നായിട്ട് മസാല പറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപ്പ് കൂടുതലുള്ളവർക്ക് ബിരിയാണി അതിനനുസരിച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ലോ ഫ്ലെയിമിലാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മല്ലിയില, എൻ്റെ അടുത്തിപ്പോൾ മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വീട്ടിലുള്ള മല്ലിയില, ആഫ്രിക്കൻ മല്ലിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, ഏത് മല്ലി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദം ബിരിയാണിയാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ റൈസൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടപ്പടച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ മാവ് വെച്ച് എയർ ടൈറ്റായിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഞാൻ വെറുതെ അത്രയും വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ച് ഞാൻ ആക്ച്വലി ദം ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ നേരിട്ട് നമ്മൾ ചോറൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ടൈറ്റായിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ സവാള ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം.
ഇനി നിങ്ങൾക്ക് കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ കിസ്മിസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. കുഴപ്പമില്ല, ഇപ്പം ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സവാള മാത്രം നമ്മൾ ഫ്രൈ ചെയ്തിട്ടിട്ടുള്ളൂ. ഇനി ഏറ്റവും അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ ചോറൊക്കെ അടിയിൽ പിടിക്കും കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വെളുത്തുള്ളി ഒന്നും ഇല്ലാണ്ട് ഗാർലിക് ഫ്രീ ആയിട്ടുള്ള ഹൈദരാബാദി വെജ് ബിരിയാണിയാണ്. പക്ഷേ അതിനൊന്നും ടേസ്റ്റിൽ കോംപ്രമൈസ് വന്നില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിന് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളിത് സെർവ് ചെയ്യുമ്പോൾ മാത്രം ഇളക്കിയെടുത്താൽ മതിയാവും. ഇത് കണ്ടില്ലേ, കളറൊക്കെ നല്ല അടിപൊളിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായി ഇനിയും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഉർമീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു ഫാമിലി മെമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ സ്റ്റേ അറ്റ് ഹോം, ടേക്ക് കെയർ, ബൈ.